ഇന്ന് രാത്രിക്കത്തെ കറിക്കൊന്നും ആലോചിക്കാനില്ല. ഞാൻ വിചാരിച്ചു കുറച്ച് ചില്ലി ചിക്കൻ ഉണ്ടാക്കാമെന്നേ. അങ്ങനെ ഞാൻ കുറച്ച് ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തു. അതിലോട്ട് ഞാൻ കുറച്ച് ചിക്കൻ പൊടി ഇട്ട് കൊടുത്തു, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, അതുകൂടാതെ മുളക് പൊടി ഇട്ട് കൊടുത്തു, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു, ഉപ്പിട്ട് കൊടുത്തു. ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് ഞെരണ്ടി പിഴിഞ്ഞ് അങ്ങോട്ട് എല്ലാം ചിക്കനേലോട്ട് അങ്ങോട്ട് ഞാൻ തേച്ച് പിടിപ്പിച്ചു. എന്നിട്ടൊരു 10 മിനിറ്റ് അങ്ങോട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതാ നന്നായിട്ട് എല്ലാം പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കിത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. നല്ല ഫ്രൈ ആയിട്ട് തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് നന്നായിട്ട് എല്ലാം ഓരോന്നായിട്ട് ഞാനങ്ങ് പെറുക്കിയിട്ട് കൊടുത്തു. കൊണ്ട് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ നല്ല ജ്യൂസി പരുവത്തിലുണ്ട് താനും. ഇത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ഞാനൊരു ക്യാപ്സിക്കയുടെ ചെറിയ കഷ്ണം, കുറച്ച് ഉള്ളി, അതുപോലെ ഒരു 3 വറ്റൽമുളകും 2 പച്ചമുളകും കൂടി എടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇന്ന് ഞാൻ വിചാരിച്ച് ഈ ക്യാപ്സിക്കൊക്കെ ഒന്ന് കഴിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ പച്ച കളറൊക്കെ വയറ്റിലോട്ട് പോകുമ്പോൾ നമുക്കൊരു പച്ചപ്പ് ഉണ്ടാകുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ വഴറ്റിയിട്ട് വന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മളുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഈ വഴറ്റിയ സംഭവമൊക്കെ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഈ പാനിട്ട് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ചില്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഒരു കളർ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചോട്ടോ. ഇനി ഡ്രൈ ആയിരിക്കുന്ന ചിക്കൻ ഇതിലോട്ട് ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കും, ഒരു നല്ലൊരു കളർ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇനി ഞാൻ കുറച്ച് സോസ് ഒഴിച്ച് കൊടുത്തു. പക്ഷേ ഈ സോസ് ഒഴിക്കണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞാൻ റെഡിയാക്കി വെച്ചിരിക്കുന്ന ക്യാപ്സിക്കൊക്കെ ഇട്ട് കൊടുത്തു. പക്ഷേ ആ സോസ് ഒഴിക്കാതിരുന്ന അടിപൊളിയായേനോ കേട്ടോ.